എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഹൈദരാബാദിൽ തന്നെയാണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ പരിചയപ്പെടുത്തുന്ന അതിഥി ജയ് വിഷ്ണു എന്റർപ്രൈസസ് പ്രൊപ്പറേറ്റർ എസ് രാമചന്ദ്രൻ നായർ സാർ, SR നായർ സാർ. അപ്പോൾ നമുക്ക് ജയ് വിഷ്ണു എന്റർപ്രൈസസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ സാർ, അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞോളൂ. ഹൈദരാബാദിൽ എത്തിയത് 1975-ലാണ്. അന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു വല്യമ്മയുടെ മകൻ ഒപ്പമാണ് ഞാൻ ഹൈദരാബാദിൽ എത്തുന്നത്. ഓക്കെ. ഇവിടെ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. ശരി. നിർഭാഗ്യവശാൽ അതിന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരു RVS മണി എന്ന പേരുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹം ഇവിടെ ഹൈദരാബാദിൽ ഒരു ഫാക്ടറി തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറും അദ്ദേഹവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ആ കമ്പനിയിലേക്ക് അയക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആ കമ്പനിയിലെ സാരഥിയായി 16 വർഷം ആ കമ്പനിയെ നോക്കി നടത്തി. കമ്പനി വളരെയധികം വലുതായി. ആ സമയത്ത് എനിക്ക് തോന്നി എൻ്റെ വളർച്ച ഇതിലൂടെ മാത്രം നടക്കില്ല, സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങണം, ഒരു 50 പേർക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു ആശയം മനസ്സിലുദിച്ചു. ഒരു സതുദ്ദേശം. എൻ്റെ അന്നത്തെ ബാങ്ക് മാനേജർ നല്ല പരിചയമായിരുന്നു, സത്യനാരായണ പേര്. അദ്ദേഹം ഞാൻ പോയി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. ബാങ്ക് മാനേജർ. ഓക്കെ. അങ്ങനെ ഞാൻ ആദ്യമായി എൻ്റെ സംരംഭം തുടങ്ങി. ജയ് വിഷ്ണു എന്റർപ്രൈസസ് എന്ന് പേരിട്ടു. ജയ് വിഷ്ണു എന്റർപ്രൈസസ് എന്ന് പേരിടാൻ കാരണം എൻ്റെ ഭാര്യ തൃശ്ശൂർക്കാരിയാണ്, ഗുരുവായൂർ അടുത്താണ്. അപ്പൊ ആ ഭഗവാന്റെ ആ നാമധേയത്തിൽ തന്നെ എൻ്റെ സംരംഭം ആകട്ടെ എന്ന് വിചാരിച്ച് ആ പേരിട്ടു. ഇന്നും ആ സ്ഥാപനം വളർന്നു നിൽക്കുന്നുണ്ട്. അതിൽ അന്ന് എനിക്ക് ഞാനും എൻ്റെ മിസ്സും കൂടെ ഒരു 2-3 വർഷം കുറച്ച് തീവ്രമായി കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാടിൻ്റെ ഫലം നന്നായിട്ട് വന്നു. ഒരു 10-80 പേരോളം എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. നിലവിൽ ഇപ്പോൾ 80. ഇപ്പോഴും 80 ഇല്ല. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് കുറെ എല്ലാം കുറഞ്ഞ് ഇപ്പോൾ ഒരു 16 പേര് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ അതിൽ നിന്നൊക്കെ ഇപ്പൊ റിട്ടയർഡ് ആയിരിക്കുകയാണ്. കാര്യം മകനെ ബിസിനസ്സൊക്കെ ഏൽപ്പിച്ചു. ഞാനിപ്പോ നമ്മുടെ ഈ ജയ് വിഷ്ണു എന്റർപ്രൈസസിന്റെ സർവീസുകൾ എന്തൊക്കെയാണ്? സർവീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയത് ജോബ് വർക്കുകളായിരുന്നു. മെക്കാനിക്കൽ ജോബ് വർക്കായിരുന്നു. ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ, ബ്രാസിന്റെയും അലുമിനിയത്തിന്റെയും MS-ന്റെയും ഉള്ള വർക്കുകളായിരുന്നു തുടങ്ങിയിരുന്നത്. ക്രമേണ അത് റെയിൽവേ പ്രൊഡക്റ്റിലേക്ക് തിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഡിഫൻസിലേക്ക് 3-4 ഐറ്റം ഡെവലപ്പ് ചെയ്തു. അതിൽ 1-2 ഐറ്റം ഇപ്പോഴും സപ്ലൈ നടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. മകനെ ഏൽപ്പിച്ചു. ഇപ്പോൾ SR നായർ സാറ് വീട്ടിലിരുന്നു ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ദൈവിക കാര്യങ്ങള് മുന്നോട്ട് പോകുന്നു. ബാലഗോകുലം അത് സാറിന്റെ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ വായിക്കട്ടെ. സെക്രട്ടറി ശ്രീ അയ്യപ്പ സേവാ സംഘം കമലനഗർ. അപ്പൊ അയ്യപ്പ സേവാ സംഘത്തിന്റെ സെക്രട്ടറിയാണ്. അതിന്റെ ഭാരിച്ച ഉത്തരവാദിത്വം അല്ലേ? എന്തൊക്കെ ചെയ്യണം ഒരു സെക്രട്ടറി എന്ന നിലയിൽ? എല്ലാം നോക്കണം. അമ്പലത്തിന്റെ സകലവിധ നടത്തിപ്പിനും കാരണക്കാരനാണ് സെക്രട്ടറി. ഓക്കെ. ഈസ് ദ കറസ്പോണ്ടന്റ്. അപ്പോൾ എന്താണ് SR നായർ സാർ എന്നുള്ളതും എന്താണ് അല്ലെ ജയ് വിഷ്ണു എന്റർപ്രൈസസ് എന്നുള്ളത് നമുക്ക് ചെറിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നാട്ടിലേക്ക് പോവാം. തിരുവനന്തപുരം തലസ്ഥാനമല്ലേ? അല്ലേ? അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. പത്മനാഭന്റെ മണ്ണിലാണ് ജനിച്ചത്. അതേ അടുത്ത ഭാഗ്യം അല്ലേ? ആറ്റിങ്ങൽ അവനവൻചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവനവൻചേരി അതാണ് ഞങ്ങളുടെ സ്ഥലപ്പേര്. അവനവൻചേരി. അവിടെ ഒരു വലിയ പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്, ഇണ്ടളയപ്പൻ ക്ഷേത്രം. അതിന്റെ അടുത്താണ് ജനനം. അച്ഛന്റെ പേര് ശേഖരപിള്ള എന്നാണ്. അമ്മയുടെ ഭാരതിയമ്മ. എനിക്ക് 5 സഹോദരിമാരാണ്, ഞാൻ ഒരാളാണ്. പേര് പറഞ്ഞോളൂ.
മൂത്ത ആളുടെ പേര് ശാന്തമ്മ, ഇന്നില്ല, ഈ ലോകവാസത്താണ്. രണ്ടാമത്തെ സിസ്റ്റർ വസന്തമ്മയാണ്, അവരിപ്പോ നാട്ടിലുണ്ട്. അവരുടെ മകന്റെ കൂടെയാണ്, ഒരു മകനേ ഉള്ളൂ, അവരുടെ കൂടെയാണ്. അതിന്റെ ഇളയ സിസ്റ്റർ മരിച്ചുപോയി, അവര് ജഗത എന്നാണ് പേര്. അതിന്റെ ഇളയ സിസ്റ്റർ ബേബി, അതിന്റെ ഇളയ സിസ്റ്റർ ബീന. ഇവര് 3 പേരും ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ട്. നാട്ടിൽ വല്ലപ്പോഴൊക്കെ പോവും, അവരുടെ അടുത്തൊക്കെ പോയി നിൽക്കും. സന്തോഷം അവിടെയും പങ്കുവയ്ക്കും. പക്ഷെ അങ്ങനെ കുറെ ദിവസം ഒന്നും പോയി നിൽക്കാൻ പറ്റില്ല. ഇവിടത്തെ എത്രയോ കാര്യങ്ങൾ മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കൂടുതൽ പോകാൻ പറ്റും. ഓടി വീണ്ടും തന്നെ ഇങ്ങോട്ട് ഓടി പോരും. കാരണം അതിന് മാത്രം ഉത്തരവാദിത്തം അന്നേ പറ്റുള്ളൂ. അതാണ് കാര്യം. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു വീട്ടിൽ? സാമ്പത്തികം ആദ്യം വളരെ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം അച്ഛന്റെ ചെറിയ വരുമാനം കൊണ്ടായിരുന്നു അച്ഛന്റെ ജോലി. അച്ഛന് ഇതിലായിരുന്നു, നമ്മൾ ആസാം റൈഫിൾസിലായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ അവിടെ വെച്ചൊരു ആക്സിഡന്റ് പറ്റി. അത് കഴിഞ്ഞ് അച്ഛന് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ജീവിതത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അച്ഛന്റെ ആ ഒരു കഴിവുകൊണ്ടും കുറച്ച് ഉള്ള ഇതുകൊണ്ടും ഒക്കെ മാനേജ് ചെയ്ത് സൗകര്യമാരെ കല്യാണത്തിനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത്. ഞാൻ അവിടെ നിന്ന് അപ്പോ എന്റെ പഠിത്തം നിർത്തി. ഞാൻ ഇന്റർ വരെ പോയിട്ട് ഞാൻ നിർത്തിയ കാര്യം പറയല്ലേ, തുടങ്ങിയ കാര്യം നമുക്കറിയേണ്ടത്. പഠിത്തം എവിടെയായിരുന്നു? 1ാം ക്ലാസ് തുടങ്ങിയത്. 1ാം ക്ലാസ് തുടങ്ങിയത് കൊച്ചാലമ്മോട് നാടൻ പേരുകളാണ്. അപ്പൊ അങ്ങനെ സ്കൂളിൽ സകലകല വല്ലഭനായിട്ട്, നല്ലൊരു മനസ്സിനുടമയായിട്ട്, നല്ലവനായ ഉണ്ണിയായിട്ട് അങ്ങനെ പഠിച്ച് മിടുക്കനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് വരെ എത്തി. 10ാം ക്ലാസ് വരെ എത്തി. അവിടെയും മിടുക്കനായിരുന്നു പഠിക്കാൻ? അവിടെയും കുഴപ്പമില്ലായിരുന്നു. ക്ലാസ് കിട്ടിയില്ലായിരുന്നു. അല്ല, ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഒന്നും കിട്ടിയില്ല. കാര്യം എന്താ, 10ാം ക്ലാസ് ആയപ്പോൾ ഉഴപ്പ് തുടങ്ങി. അതാണ് കുഴപ്പം വന്നത്. ഞാൻ എന്നിട്ട് പറഞ്ഞു, അപ്പൊ അതെന്ത് പറ്റിയത്? അത് അവിടെ ഒരു നാടകവേദിയൊക്കെ ഉണ്ടായിരുന്നു. APSC എന്ന് കേട്ടിട്ടുണ്ടാവില്ല? ആറ്റിങ്ങൽ APSC അല്ല. അപ്പൊ അതിലേക്കൊക്കെ കുറച്ച് ശ്രദ്ധ തിരിഞ്ഞു. അപ്പൊ ആ വർഷം പഠിത്തം കുറച്ച് കുറഞ്ഞു. 10ാം ക്ലാസ് ആയപ്പോ ഇച്ചിരി ലെവല് കുറഞ്ഞു. ആ സമയത്ത് അച്ഛന്റെ കുറച്ച് അസുഖകാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്തെല്ലാം കൂടെ ആയപ്പോ കുറച്ച് പഠിത്തത്തിന് കുറവ്. എത്ര മാർക്ക് കിട്ടി? ആവറേജ് പാസ് 210 അല്ലേ? അങ്ങനെ കുഴപ്പമില്ല, ജയിച്ചു. പിന്നെ അവിടെ നിന്ന് അതിനുശേഷം ട്രിവാൻഡ്രത്ത് IT ചേർന്നു. ചാക്കയില് IT ചേർന്ന് മെക്കാനിക്കൽ ഡിപ്ലോമ എടുക്കാൻ ചേർന്നു. അത് കഴിഞ്ഞ് അതൊരു 3 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, നാട്ടിൽ നിന്നാൽ ഒരു ജോലി കിട്ടി എന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു തോന്നൽ വന്നില്ല. എത്ര വർഷമായി ജയ് വിഷ്ണു എന്റർപ്രൈസസ്? 35 കൊല്ലം ആയി. എത്ര രൂപ മുടക്കിയാണ് ഇത് തുടങ്ങിയത്? അന്ന് എന്റെ മൂലധനം 25,000 രൂപയാണ്. 25,000. ഒരു 25,000 രൂപ കൊണ്ടാണ് ഇത്ര വലിയൊരു സംഭവം തുടങ്ങി അല്ലേ? അതിനിടയിൽ എപ്പോഴായിരുന്നു വിവാഹം? 78-ലായിരുന്നു എന്റെ വിവാഹം. 78-ൽ വിവാഹം ഇവിടെ ബൊലാറോ അമ്പലത്തിൽ വെച്ചായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു കല്യാണം. അപ്പൊ നാട്ടിലെ അച്ഛനും അമ്മയുടെ ഒക്കെ വിവരം അറിയിച്ചു. ഇവിടെ എന്റെ കൂടെ ജോലി ചെയ്തിരുന്നു ഈ കുഞ്ഞ് ഒരു മാസത്തോളം കമ്പനിയിലെ. അപ്പൊ വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് സരസ്വതി നായർ. നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ അവരിപ്പ ശരിക്കും പറയണെങ്കിൽ ഗുരുവായൂർ അടുത്താണ്. പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലം. പട്ടാമ്പി അറിയാം. പിന്നെ ജനനം. ശരി. അവരുടെ കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയും ചേട്ടനും ചേച്ചിയും ഒക്കെ ഇവിടെ ആയിരുന്നു. അപ്പൊ ഈ വിവാഹാലോചന എങ്ങനെ വന്നത്? വിവാഹം എന്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം വന്നതാണല്ലേ? അപ്പൊ പോയി കണ്ടു, ചായ കുടിച്ചു, ഇഷ്ടപ്പെട്ടു, ലഡു തിന്നു, ഇഷ്ടമാണെന്ന് പറഞ്ഞു, കല്യാണം. വീട്ടുകാർക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അപ്പോൾ മക്കളുടെ പേര് പറഞ്ഞോളൂ. എന്റെ മൂത്ത മോളുടെ പേര് സ്മിത നായർ എന്നാണ്. രണ്ടാമത് രഞ്ജിത് കുമാർ എന്നാണ്. രഞ്ജിത് കുമാർ. ആണും ഒരു പെണ്ണും അല്ലെ? മൂത്തത് മോള്, ഇളയത് ആണ്. ഇവരൊക്കെ എന്ത് ചെയ്യണം? മോള് ബോംബെയിലാണ്. അവർ മെഡിക്കൽ IT കമ്പനിയിലാണ് ജോലി. എന്റെ മരുമകൻ ജോലി ചെയ്യുന്നത് ഇവരുടെ ഉണ്ടല്ലോ അംബാനി ലൈഫ് ലൈൻസ് ഉണ്ടല്ലോ, അതിലാണ് ജോലി. ഈസ് എ വൈസ് ചെയർമാൻ ആണ് അതിലെ. അവർ രണ്ടുപേരും സെറ്റിൽ ഇൻ ബോംബെ ആണ്. മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്. അവര് തൃശ്ശൂർക്കാരാണ്. അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ NFC റിട്ടയർഡ് ആണ്. ന്യൂക്ലിയർ ഫ്യൂൽ ക്യാമ്പസ് റിട്ടയർഡ് ആണ്. അവരെന്റെ താഴത്തെ പോർഷനിൽ അവരാ താമസിക്കുന്നത്. മൂത്ത മകളുടെ മകനാണ് കാശിനാഥ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ എഞ്ചിനീയറിംഗ് 3rd ഇയർ ആണ്. രണ്ടാമത്തെ മകന്റെ കൊച്ച് 5ാം ക്ലാസ്സിലാണ്. അങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം
രസകരമായി വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർക്ക് വിശേഷങ്ങൾ പങ്കുവച്ച SR നായർ സാറിനെ, S രാമചന്ദ്രൻ നായർ സാറിനെ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ. നന്ദി, നമസ്കാരം.